വർഗീയ ഹിന്ദുത്വ ശക്തികളെ പരാജയപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ നടനും ടി.വി.കെ പ്രസിഡന്റുമായ വിജയ് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ബ്ലോക്കിൽ ചേരണമെന്ന് കോൺഗ്രസ്. തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ സെൽവ പെരുന്തകൈ വിജയെ ഇന്ത്യ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തു. എന്നാൽ വിജയെ ഇന്ത്യ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന അന്തരിച്ച വാഴപ്പാടി രാമമൂർത്തിയുടെ 86ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. വിജയെ സ്വാഗതം ചെയ്യുന്നത് സംബന്ധിച്ച് തമിഴ്നാട്ടിലെ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവ് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ തീരുമാനം എടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിജയ്ക്ക് എന്ത് വേണമെങ്കിലും ഇല്ലാതാക്കാൻ കഴിയും. എന്നാൽ ഈ ഹിന്ദുത്വ ശക്തി ഇല്ലാതാക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയാണെങ്കിൽ ഇന്ത്യ ബ്ലോക്കിനൊപ്പം വരുന്നതായിരിക്കും നല്ലത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ തത്വങ്ങൾക്കും എല്ലാവർക്കും നല്ലത് അതായിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിജയ് ഇന്ത്യ ബ്ലോക്കിൽ ചേരാൻ കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് തങ്ങളോ ദേശീയ നേതൃത്വമോ തീരുമാനം എടുത്തിട്ടില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അതേസമയം പറന്തൂർ ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനെതിരായ പ്രതിഷേധത്തിന് പിന്തുണ വാഗ്ദാനം ചെയ്ത് വിജയ് രംഗത്തെത്തിയത് ശ്രദ്ധേയമായി. വിജയ് സമരക്കാരെ ഉടൻ തന്നെ കാണും. സമരക്കാരെ സന്ദർശിക്കാൻ വിജയ്ക്ക് കാഞ്ചീപുരം പോലീസ് അനുമതിയും നൽകിയിട്ടുണ്ട്. ടി.വി.കെയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ ശക്തിയായി സ്വയം സ്ഥാപിക്കുന്ന ആദ്യത്തെ പ്രധാന വേദിയാണിത്. മറുവശത്ത് പ്രതിഷേധക്കാർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന ആദ്യ പിന്തുണയുമാണിത്. വിജയ് ഏകനാപുരം ഗ്രാമം സന്ദർശിക്കുകയും ചെന്നൈക്ക് പരന്തൂരിൽ രണ്ടാമത്തെ വിമാനത്താവളം സ്ഥാപിക്കുന്നതിനായി കൃഷിഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ 900 ദിവസത്തിലേറെയായി സമരം ചെയ്യുന്ന ഗ്രാമീണരുമായി സംവദിക്കുകയും ചെയ്യും. ടി.വി.കെ ജനറൽ സെക്രട്ടറി എൻ ആനന്ദ് ജനുവരി 17-ന് സമരക്കാരെ കണ്ട് പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നു. പരന്തൂർ ഗ്രീൻ എയർപോർട്ട് പ്രൊജക്ട് പ്രൊട്ടസ്റ്റ് ഗ്രൂപ്പും ഏകനാപുരം വില്ലേജ് റെസിഡൻസും ഫാർമേഴ്സ് വെൽഫെയർ ഫെഡറേഷനും പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന് അറിയിച്ചിരുന്നു. ചെന്നൈയിൽ നിന്ന് 70 കിലോമീറ്റർ അകലെയുള്ള പദ്ധതി ഉപേക്ഷിക്കണമെന്നാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളോട് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. 20 വില്ലേജുകളിൽ നിന്നായി 5746 ഏക്കറിലാണ് 20,000 കോടി രൂപയുടെ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതേസമയം ഒക്ടോബർ 27-ന് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് വിജയ് ടി.വി.കെയുടെ സംസ്ഥാന സമ്മേളനം നടത്തിയത്. ബി.ജെ.പിയുടെ വർഗീയ നിലപാടുകൾക്കെതിരെയും സംസ്ഥാനത്ത് ഡി.എം.കെയുടെ അഴിമതി രാഷ്ട്രീയത്തിനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ടാണ് വിജയ് ചടങ്ങിൽ പ്രസംഗിച്ചത്. വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുകയും അതിന്റെ സംസ്ഥാന സമ്മേളനം നടത്തുകയും ചെയ്തതിനു പിന്നാലെ ഡി.എം.കെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ പ്രതികരണമാണ് ഉയർന്നിരുന്നത്. ഒരുപാട് കടമ്പകളാണ് ഇനിയും വിജയുടെ മുൻപിലുള്ളത്.